വി.എസിന്റെ മകൻ അരുൺകുമാറിനെ അമ്പലപ്പുഴയിൽ CPM മുൻ PA സുരേഷിനെയും UDF സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങുമ്പോഴാണ് മുമ്പ് മലമ്പുഴയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ C കൃഷ്ണകുമാറിനെ മലമ്പുഴയിൽ ഇറക്കാൻ BJP ആലോചിക്കുന്നത്. സുരേഷും അരുണും പരസ്പരം പോർമുഖത്തെത്തുമ്പോൾ സ്ഥാനാർത്ഥി ആരായാലും ജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അരുണിനെ പാലക്കാട് ഇറക്കുന്നത്. അരുൺകുമാറുമായി മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചു കഴിഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജനറൽ സെക്രട്ടറി MA ബേബി എന്നിവരും അരുൺകുമാറിനോട് ചിലപ്പോൾ സ്ഥാനാർത്ഥിയാക്കേണ്ടി വരും എന്ന സൂചന നൽകി കഴിഞ്ഞു. എന്ത് വില കൊടുത്തും VSന്റെ സുരേഷിനെ തോൽപ്പിക്കാനാണ് CPMന്റെ തീരുമാനം. വോട്ടുകൾ രണ്ടായി വിഭജിച്ചു പോയാൽ മുൻ പാലക്കാട് നഗരസഭാ ചെയർമാൻ കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥിയായി മലമ്പുഴയിൽ നിന്നും ജയിക്കാനുള്ള സാധ്യത BJP സംസ്ഥാന നേതൃത്വം തള്ളിക്കളയുന്നില്ല. അതേസമയം അരുൺകുമാറിനോട് മലമ്പുഴയിൽ മത്സരിക്കരുത് എന്ന താക്കീതുമായി VSന്റെ പഴയ സുഹൃത്തുക്കൾ രംഗത്തുണ്ട്. സുരേഷ് VSന്റെ മകനുമായി ടെലിഫോൺ സംസാരിച്ചു എന്നാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ VSനെ പലവട്ടം ഉപദ്രവിച്ചത് മറക്കരുത് എന്ന സന്ദേശമാണ് VS അനുകൂലികൾ അരുൺകുമാറിന് നൽകിയത്. എന്നാൽ അരുൺകുമാർ പാർട്ടിയെയും പിണറായിയെയും എതിർക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറച്ചു കഴിഞ്ഞു. VSന്റെ പത്മ പുരസ്കാരം പോലും തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. BJPയുടെ പാലക്കാട്ടെ തുറുപ്പുചീട്ടാണ് കൃഷ്ണകുമാർ. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതവുമായി ഉയർത്തി പാർട്ടിയെ ജില്ലയിലെ നിർണായക ശക്തിയായി മാറ്റിയ നേതാവ്. ഒരു നിർണായക തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരിക്കൽ കൂടെ BJP തയ്യാറെടുക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഉയർന്നു വന്ന ഒറ്റപ്പേര് ശ്രീ കൃഷ്ണകുമാർ. 2000 മുതൽ 2020 വരെ പാലക്കാട് നഗരസഭാ കൗൺസിലറായിരുന്ന കൃഷ്ണകുമാർ നഗരസഭയിൽ BJPക്ക് തുടർഭരണം നേടിക്കൊടുത്ത നേതാക്കളിൽ പ്രമുഖൻ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെതിരെ മത്സരത്തിറങ്ങി 46,175 വോട്ടുകൾ നേടി. കോൺഗ്രസിനെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തെത്തി. ഇതോടെ പാലക്കാട് BJP വേരുറപ്പിക്കാവുന്ന മണ്ഡലമായി മാറി. 2019 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് 2,18,556 വോട്ട് നേടി. കൃഷ്ണകുമാർ പാർട്ടിയുടെ ശക്തി അറിയിച്ചിരുന്നു. 2021 വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ എത്തിയ മലമ്പുഴയിൽ രണ്ടാം സ്ഥാനത്തുമെത്തി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിന്ന് കൃഷ്ണകുമാർ മത്സരിച്ചെങ്കിലും 2,51,778 വോട്ട് നേടി ശക്തി കാട്ടി. ഈ വോട്ട് വിഹിതം ഉയർത്തലാണ് കൃഷ്ണകുമാറിനെ ഒരിക്കൽ കൂടെ പരീക്ഷണത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുന്നത്. 2021 മെട്രോമാൻ E ശ്രീധരൻ നിർത്തി അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയിരുന്നു. ഒരിടവേള ജയിച്ചു പോവുകയോ ഒന്നും പോലും കരുതിയില്ല. പക്ഷേ ഫോട്ടോ ഫിനിഷിലൂടെ ഷാഫി പറമ്പിൽ ജയിച്ചു കയറി. ഷാഫിക്ക് പകരം UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലും LDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് വിട്ടുവന്ന P സരിനും മത്സരിക്കാൻ എത്തുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു BJP. ഇരു വിഭാഗത്തിന്റെയും വോട്ടുകൾ വിഘടിച്ചാൽ താമര വിരിയിക്കാൻ എളുപ്പമാകുമെന്നും BJP കരുതി. ഇതോടെയാണ് കൃഷ്ണകുമാറിന് നറുക്കു വീണത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറി. മണ്ഡലത്തിലാകെ പരിചിതമുള്ള നേതാവ് എന്നതാണ് കൃഷ്ണകുമാറിന്റെ പ്ലസ് പോയിന്റ്. പ്രാദേശിക തലത്തും നല്ല സൗഹൃദ വലയം, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ്, BJP ജില്ലാ സെക്രട്ടറി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ച കൃഷ്ണകുമാർ നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നാണ് അരുൺ മാധ്യമങ്ങളോട് പറഞ്ഞത്. തങ്ങൾ എന്നും പാർട്ടി കുടുംബമാണെന്നും ഇതുവരെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയുടെ തീരുമാനം അനുസരിക്കുമെന്നും അരുൺകുമാർ കൂട്ടിച്ചേർത്തു. ഇതുവരെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു പാർട്ടി കുടുംബമാണ്. സുരേഷാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന വാർത്ത ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇതുവരെ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പാർട്ടി പറയുന്നതാണ് ഞങ്ങൾക്ക് എന്നും പ്രാധാന്യമെന്നും അരുൺ വ്യക്തമാക്കി. VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് വാർത്തകൾ വന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് മലമ്പുഴയിൽ അരുണിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുമായി സുരേഷ് നേരിട്ട് ചർച്ച നടത്തിയിരുന്നുവെന്നാണ് വിവരം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായല്ല UDF സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കാൻ സുരേഷ് താല്പര്യം പ്രകടിപ്പിച്ചത്. നിലവിൽ UDFന് വേരോട്ടം കുറവുള്ള മണ്ഡലമാണ് മലമ്പുഴ. VS അച്യുതാനന്ദൻ വിജയിച്ച അവസാന തിരഞ്ഞെടുപ്പായ 2016 കോൺഗ്രസിന് ഇവിടെ 35,333 വോട്ടുകളാണ് ലഭിച്ചത്. A പ്രഭാകരൻ വിജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 35,444 വോട്ടും 2 തവണയും പാർട്ടി BJPക്ക് പിന്നാലെ 3-ാം സ്ഥാനത്താണ് എത്തിയത്. അച്യുതാനന്ദനുള്ള പത്മവിഭൂഷൺ പുരസ്കാരം വാങ്ങേണ്ട എന്ന് അമ്മയുൾപ്പെടെ കുടുംബം കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്ന് മകൻ VA അരുൺകുമാർ മനോരമ ന്യൂസിനോട് അന്ന് വ്യക്തമാക്കിയിരുന്നു.
അച്ഛന് കിട്ടുന്ന ഏത് അംഗീകാരവും സന്തോഷം നൽകുന്നതാണ്. പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ നടത്തിയത് സ്വാഭാവിക പ്രതികരണമാണ്. പ്രഖ്യാപനവും വാങ്ങുന്നതും രണ്ടായി തന്നെയാണ് കാണുന്നതെന്നും അരുൺകുമാർ നേരെ ചൊവ്വയിൽ അന്ന് പറഞ്ഞിരുന്നു. VS മകന്റെ അനുമതി വാങ്ങിയ ശേഷമാണ് പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചത്. എന്നിട്ടും അത് നിഷേധിച്ചത് മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ടാണ്. VS ജീവിച്ചിരിക്കെ അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചത് പിണറായിയാണ് എന്ന് അടുത്ത കാലത്ത് VS ശിഷ്യൻ പിരപ്പൻകോട് മുരളി പുസ്തകത്തിൽ എഴുതിയിരുന്നു. എന്നിട്ടും VS മകൻ പിണറായിയുടെ സ്ഥാനാർത്ഥിയായാൽ അത് പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നും VS അനുയായികൾ അരുണിനെ അറിയിച്ചു. ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ ഒഴിവാക്കാൻ CPM രാഷ്ട്രീയമായി കളിച്ചെന്നും ആ കളി അച്യുതാനന്ദൻ അത്ര രസിച്ചിട്ടില്ല എന്നും പറയുന്നു. അച്യുതാനന്ദന്റെ ജീവചരിത്ര പുസ്തകത്തിൽ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. മാത്രവുമല്ല VS നയനാരും ചടയൻ ഗോവിന്ദനും പങ്കാളിയായാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ വിശദീകരിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. തന്റെ മേൽ പുരണ്ടിരിക്കുന്ന ചെളി കുറച്ച് അച്യുതാനന്ദന്റെ മേലും പുരട്ടുകയായിരുന്നു അന്ന് പിണറായി ചെയ്തത്. പുസ്തകത്തിൽ ഉടനീളം പിണറായിക്കെതിരെയാണ് കൂരമ്പുകൾ. VS ജീവിതം നരകതുല്യമാക്കിയത് പിണറായിയാണ് എന്ന് വരുത്താനാണ് ശ്രമം. സംസ്ഥാനത്തെ മാഫിയ പ്രവർത്തകരെല്ലാം CPM ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗമാണ് എന്ന് വരുത്താൻ മുരളി ശ്രമിക്കുന്നതായി ഔദ്യോഗിക പക്ഷം ആരോപിച്ചു. ഔദ്യോഗിക പക്ഷത്തിനെതിരെ മുരളി നിരത്തുന്നത് നിറം പിടിപ്പിച്ച കഥകളാണ്. VS ജീവിച്ചിരിക്കെ നടത്തിയതായി പറയപ്പെടുന്ന പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനാണ് എന്ന ധാരണയിലാണ് ഔദ്യോഗിക പക്ഷം. പാർട്ടിക്ക് ഇതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ല. അതാണ് പെരുപ്പൻകോടിനെ എതിർക്കാൻ CPM കണ്ടെത്തിയിരിക്കുന്ന ന്യായം. എന്നാൽ പെരുപ്പൻകോട് മുരളിയെ അറിയുന്നവർ CPMന്റെ പൊയ്മുഖം അവിശ്വസിക്കും. മലപ്പുറം സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ നിശിത വിമർശനമാണ് പിണറായി നേരിട്ടതെന്ന് പുസ്തകത്തിൽ പറയുന്നു. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം വിമർശനങ്ങൾക്ക് മറുപടിയായി ഐസ്ക്രീം പാർലർ കേസിന്റെ കാര്യം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയെ ഐസ്ക്രീം പെൺവാഴ്ഭ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിൽ അച്യുതാനന്ദനും പങ്കാളിയായിരുന്നുവെന്നാണ് പിണറായി വെളിപ്പെടുത്തിയത്. ചടയൻ ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴായിരുന്നു ഇതൊന്നും പിണറായി പറഞ്ഞത്. സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സംസ്ഥാന സമിതിയിൽ ഈ വിഷയത്തെപ്പറ്റി ബഹുഭൂരിപക്ഷം അംഗങ്ങളും വിജയനും P ശശിക്കും എതിരെ ആക്ഷേപം ചൊരിഞ്ഞപ്പോൾ കാര്യമായ ഒരു മറുപടിയും നൽകാനായില്ല എന്നും പുസ്തകത്തിലുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ 1998 സെപ്റ്റംബർ 9 അന്തരിക്കുന്നത്. പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് സെപ്റ്റംബർ 24-25 തീയതികൾ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ്. കുഞ്ഞാലിക്കുട്ടിയെ ഐസ്ക്രീം പാർലർ കേസിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന ഉപദേശമടങ്ങിയ റിപ്പോർട്ട് അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ MK ദാമോദരൻ സർക്കാരിന് നൽകുന്നത് നവംബർ 28 അതിന് 8 മാസം മുൻപ് സർക്കാർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് കല്ലട സുകുമാരൻ കുഞ്ഞാലിക്കുട്ടിയെ ഈ കേസിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് റിപ്പോർട്ട് നൽകുന്ന സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. 1991 ആലപ്പുഴയിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു D സുഗതനെ 10,000-ഓളം വോട്ടിന് തോൽപ്പിച്ച VS 1996 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് കൂടെ നിന്നവർ തോൽപ്പിച്ചതാണ് എന്ന് പുസ്തക രചയിതാവ് പറയുന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ട്രേഡ് യൂണിയൻ നേതാവും VS സ്ഥിരം വിമർശകനുമായിരുന്ന DK പളനിയെ VS തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയും ചീഫ് ഇലക്ടറൽ ഏജന്റുമാക്കിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള സാധ്യത അനായാസമാക്കിയെന്നും പുസ്തകത്തിൽ പറയുന്നു.